മനസ്സിൻ്റെ ഒരു അർപ്പണം കാണിക്കേണ്ടത് മനസ്സിനെ ഉണർത്തിയ പരമാത്മാവിനോടാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ ഇത്തിരി നന്ദി കെട്ടവരാണ്. അങ്ങനെ പറയല്ലേ സ്വാമി, ഒരു നന്ദിയില്ലാത്തവരാണ്. നിങ്ങളെയൊക്കെ ഉണർത്തുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട അലാമാണെന്ന് ആണോ? അലാമിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മനസ്സുണരണ്ടേ? വേണോ വേണ്ടയോ? അപ്പം ആദ്യം ആരുണരണം? മനസ്സുണരണം. മനസ്സ് ഉണർന്നതിന് ശേഷമേ ബാക്കിയെല്ലാം നിങ്ങളുടെ അനുഭവങ്ങളും വരുന്നുള്ളൂ. ശരീരം പോലും ഉണരുന്നത് മനസ്സുണർന്നതിന് ശേഷമാണ്. ആണോ? ശരീരത്തെ ഉണർത്തുന്നത് മനസ്സാണോ, മനസ്സിനെ ഉണർത്തുന്നത് ശരീരമാണോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ്? എൻ്റെ ജീവിതത്തിൽ മനസ്സുണർന്നതിന് ശേഷം ശരീരം ഉണർന്നു. നിങ്ങൾക്ക് ഇതെങ്ങനെ അറിയില്ല? പാലക്കാട് ശരീരം ഉണർന്നിട്ടാ മനസ്സ്. എന്താ നിങ്ങളുടെ ശരീരം ദിവ്യ ശരീരമോ? മനസ്സുണർന്നതിന് ശേഷമാണോ ശരീരം? ശരീരം ഉണർന്നതിന് ശേഷമാണോ മനസ്സ്? പണ്ടൊരു കുട്ടി ചോദിച്ചതുപോലെ, കുട്ടി ചിറ്റൂർ കോളേജിൽ പോയിട്ട് ലോജിക്ക് പഠിച്ചു. പഠനമൊക്കെ കഴിഞ്ഞ് ഒരു കടയിൽ നെയ്യ് വാങ്ങിക്കാൻ പോയി. ഒരു പാത്രത്തിൽ നെയ്യ് വാങ്ങിച്ചപ്പോൾ കുട്ടിക്ക് സംശയം, പാത്രത്തിലാണോ നെയ്യ്, നെയ്യിലാണോ പാത്രം എന്ന്. അപ്പോൾ ഒരു ചെറിയ കുട്ടി അത് കണ്ടിട്ട് പറഞ്ഞു, എന്താ ഏട്ടൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? പറഞ്ഞു, പാത്രത്തിലാണോ നെയ്യ്, നെയ്യിലാണോ പാത്രം? കുട്ടി പറഞ്ഞു, ഇതറിയാൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? പാത്രം കമിഴ്ത്തി നോക്കിയാൽ അറിയാം എന്നൂടെ എന്ന്. ഇതുപോലെയാണ് എൻ്റെ ചോദ്യം. ശരീരമാണോ മനസ്സിനെ ഉണർത്തുന്നത്, മനസ്സാണോ ശരീരത്തെ ഉണർത്തുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ ഏതാണ്? മനസ്സ് ഉണർന്നതിന് ശേഷമാണ്. അപ്പോൾ ശരീരത്തെ ഉണർത്താനൊരു മനസ്സുണ്ടെങ്കിൽ ആരാ മനസ്സിനെ ഉണർത്തിയത്? ആരാ ഉണർത്തിയത്? അവിടെയാണ് മനസ്സിനും അപ്പുറത്തൊരു അനന്തമായ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പം നന്ദി പറയണ്ടേ? വേണോ വേണ്ടയോ? ഏത് തരത്തിൽ ചിന്തിച്ചാലും രാവിലെ ഒരു നന്ദി, കാണുന്നവരോടൊക്കെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഉള്ളിലൊരു നന്ദി പറഞ്ഞൂടെ? ഭഗവാനെ അങ്ങനെ ഉണർത്തി നന്ദി. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആരോടൊന്ന് അടുത്തു. ഇങ്ങനെ ദിവസവും പറയും തോറും മനസ്സ് ഭഗവാനോട് എടുക്കും. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവും, നിങ്ങളെ ഉണർത്തിയത് ഭഗവാനാണെങ്കിൽ കൂടെ ആരുണ്ട്? നോക്കൂ, നിങ്ങൾ ഇതല്ലേ വേണ്ടത്. ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട്? എത്ര പേര് ഇങ്ങനെ പറഞ്ഞെണീക്കുന്നവരുണ്ട്? നന്നായത്. പാലക്കാട് വെറുതെയല്ല മോശമാവാത്തത്. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത്രയും ആളുകൾ വിചാരിച്ചാൽ പോലെ ഈ രാജ്യം നന്നാക്കാൻ നോക്കൂ. നിങ്ങൾ മൻമോഹൻ സിംഗിന് പോലും സാധിക്കാത്ത കാര്യം നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ രാജ്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ദിരാഗാന്ധി ഇവിടുന്നാണ് കൈപ്പത്തിയും കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ കൈപ്പത്തിയുടെ അടുത്തായി ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത്ര വലിയൊരു മഹത്തായൊരു സംസ്കാരം എവിടെയുണ്ട്? പാലക്കാടുകാരാണെങ്കിൽ മറ്റുള്ളവരെ പോലെയെല്ലാം ദാനശീലന്മാരാണ്, കൊടുക്കാൻ മനസ്സുള്ളവരാണ്. ഒരിക്കൽ തൃശ്ശൂരിൽ നിന്നൊരു ഉറുമ്പ് പാലക്കാട് വന്നു. തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരുകാർ അത്ര മോശമാണെന്നല്ല പറയണത്. എനിക്ക് കോയമ്പത്തൂർ പറയാം, പക്ഷേ കോയമ്പത്തൂരുകാർ കുറേ ഇവിടെ ഉള്ളത് കൊണ്ട് ധൈര്യമില്ല പറയാൻ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാവട്ടെ. തിരുവനന്തപുരത്തുകാർക്ക് കൊടുക്കാൻ നല്ല മടിയുള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പത്മനാഭൻ കിടന്നിട്ടാണല്ലോ. ഇവിടെ അതല്ല, കൈപ്പത്തി നോക്കൂ, എടുത്തോളൂ. എല്ലാം ദേവിമാരുടെ നിറഞ്ഞിരിക്കുന്ന സാന്നിധ്യം. ഒരു ഉറുമ്പ് വന്നു തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ആനയെ കണ്ടു എന്നാണ്. ആനയെ കണ്ടിട്ട് ഉറുമ്പ് ആനയോട് പറഞ്ഞത്രേ, എടാ പൊണ്ണത്തടിയൻ, നിൻ്റെ പൊണ്ണത്തടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങളെപ്പോലെ വലിപ്പമില്ലെങ്കിലുണ്ടല്ലോ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കും. ഉടനെ ഉറുമ്പിനോട് ചോദിച്ചു, നിനക്കെന്താ അത്ര ബുദ്ധി? നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറയാൻ കാരണം, എടാ പൊണ്ണത്തടിയ, നിങ്ങളൊക്കെ കിട്ടിയത് കഴിച്ചു പോവല്ലേ, ഞങ്ങളതല്ല ചെയ്യുക, ഞങ്ങളെപ്പോഴും സൂക്ഷിച്ച് വെക്കുന്ന. ഉറുമ്പ് ആനയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. പല വീടുകളിലും പോയി പല പരിപ്പ്, അരി പലതും കൊണ്ടുവന്നു. ബിസ്ക്കറ്റ് വരെ പൊക്കി കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇവിടുത്തെ കലവറയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, പലരും പൊക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ, ചെറിയ ഉറുമ്പുകൾ. അതെന്ത് ഡിസിപ്ലിനായിട്ടാണ് അവർ കൊണ്ടുപോവുക? നോക്കുകൂലിക്കാർ പോലും അത്ര ഡിസിപ്ലിൻ കാണിക്കില്ല. ഒന്നിൻ്റെ പുറകിൽ വലിയ ലോഡുണ്ടെങ്കിൽ 4-5 ആൾക്കാരൊക്കെ കൂടി ചേർന്ന് അല്ലേ അത്ര കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിരിക്കണോ? കുറേ. നീ എന്താ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം? നീ ഇങ്ങനെ വീർത്തിരിക്കണമെന്നല്ല. ഉടനെ ആന പറഞ്ഞു, ഞങ്ങൾ പാലക്കാട്ടുകാരങ്ങനെ എടുത്തു വയ്ക്കുന്നവരല്ല, ഞങ്ങൾ കൊടുക്കുന്ന ശീലമുള്ളവരാണ്, ദാനശീലമുള്ളവരാണ്. ഇത് കേട്ടപ്പോൾ ഉറുമ്പ് ചോദിച്ചു, നീ എന്താടാ പൊണ്ണത്തടിയാണ് കൊടുത്തിരിക്കുന്നത്?
ഉടനെ പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, കാണിച്ചു തരാം. അങ്ങനെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി, ഉറുമ്പിനെയും കൊണ്ട്. ആ സമയത്ത് എന്താ നീ കൊടുത്തത്, കാണിച്ചു തരുമെന്ന്. അപ്പോഴാണ് അവിടുന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത്, ന്യൂദില്ലി ജാനെ രാജധാനി എക്സ്പ്രസ് ആനെ കാ സംഭാവന ഹേ. പോരെ? ഇത് കേട്ടതും ആരാ കുലുങ്ങി ചിരിക്കുന്നുണ്ട്. കേക്കടാ ഉറുമ്പേ, നീ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ശീലല്ലേ ഉള്ളൂ. ആനേക്കാ സംഭാവന, ആനകൾ കൊടുത്തതാണ്, ഞങ്ങൾ കൊടുത്തതാണ് രാജധാനി എക്സ്പ്രസ്. അതുപോലെ നിങ്ങൾ പാലക്കാട്ടുകാർ എന്ത് വിചാരിച്ചാലും നടത്താൻ പറ്റും. ഈ ഒരു സംസ്കാരം നമുക്ക് പ്രചരിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ധീരന്മാരായ കുറേ കുട്ടികളെ കിട്ടുള്ളൂ, ധീരന്മാരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സംസ്കാരം നമുക്കുണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് കൂട്ടായൊരു പ്രയത്നവും പരിശ്രമമൊക്കെ ആവശ്യമുണ്ട്. വേണോ വേണ്ടയോ? ഇപ്പം രാവിലെ എണീറ്റ് നിങ്ങൾ തുടങ്ങൂ, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. രാവിലെ എണീറ്റ് പരമാത്മാവിനോട്, ആത്മ ഈശ്വര പ്രിയ, മറന്നോ, ആത്മ ഈശ്വര പ്രിയ സുഹൃത്ത്, ആ പരമാത്മാവിനോട്, മനസ്സിനെ ഉണർത്തിയ ആ പരമാത്മാവിനോട് ഒന്ന് നന്ദി പറയുക, നമസ്കാരം. എന്നിട്ട് ദിവസം തുടങ്ങാം. ഇതിങ്ങനെ ദിവസവും പറയുന്തോറും ഒരു ബോധം ഉണ്ടാവില്ലേ, എൻ്റെ കൂടെ പരമാത്മാവുണ്ട്, ഉണ്ടോ ഇല്ലയോ? അത് ദിവസം ചെയ്യുന്തോറും നമ്മൾ ഓർമ്മപ്പെടുത്തും. രാവിലെ പ്രത്യേകിച്ച് ആ രീതിയിൽ ആ ധ്രുവൻ പറയുന്നു, വരം കൊടുക്കുന്നു. പറഞ്ഞു, ഷട്രിംശൽ വർഷസാഹസ്രം രക്ഷിതാം അവ്യയാം വിഭു. 36,000 വർഷം നീ ചക്രവർത്തിയിട്ടിരിക്കൂ, ഒരിക്കലും നശിക്കാത്ത ധ്രുവക്ഷിതി നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ വരങ്ങളൊക്കെ കൊടുത്തത്. നമ്മളാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെ ചാടേണ്ടതാണ് മേലോട്ട്. ഈ ധ്രുവൻ ഈ വരങ്ങളൊക്കെ കേട്ട് അല്പനേരം ഇരുന്ന് കരഞ്ഞു എന്നാണ് ഭാഗവതം പറയുന്നത്. എന്തിനാണത്രേ കരഞ്ഞത്? ഞാൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന വരങ്ങളൊക്കെ, കുറേ സൗഭാഗ്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കയ്യിൽ നിന്നും പോകും. പക്ഷെ അതോടുകൂടി ജീവിതം കഴിഞ്ഞു. ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളത്തോടുകൂടി കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, നിങ്ങളൊരു മകളുടെ കല്യാണം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി അച്ഛൻ വഴിപാടും പൂജയിട്ട് നടക്കണം. ആ കല്യാണത്തോടുകൂടി ജീവിതം കഴിഞ്ഞോ കുട്ടിയുടെ? ഉണ്ടോ ഇല്ലയോ? അച്ഛൻ 21 ദിവസം, അമ്മ 21 ദിവസം ഗുരുവായൂർ വന്ന് തപസ് ചെയ്യുന്നു. എന്തിനാണ്? മകളുടെ കല്യാണം കഴിഞ്ഞിട്ട്. മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് മകൾ വീട്ടിലും വന്നു. എന്തു പറ്റി? ഞാൻ തപസ് ചെയ്ത പോലെ തന്നെ അവനും തപസ്സിന് പോയിരിക്കുകയാണ്. എന്താ തപസ്? അവന് വേറൊരു പെൺകുട്ടിയുടെ പ്രേമത്തിലാണ്, അവളെ കല്യാണം കഴിച്ച് കിട്ടണമെന്ന്. നോക്കൂ നിങ്ങൾ. അപ്പം ഇങ്ങനെ നമ്മളുണ്ടല്ലോ, കുറേ അന്ധമായി പൂജകളും പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന് താങ്ങാനുള്ളൊരു മനസ്സില്ലെങ്കിൽ എന്ത് വരങ്ങൾ കിട്ടിയിട്ട് എന്ത് കാര്യം? ധ്രുവന് മനസ്സിലായി, ഈ സുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ കുറച്ച് നേരം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മനസ്സ് വീണ്ടും തളർന്നു പോവില്ലേ? അപ്പം ചോദിക്കേണ്ടിയിരുന്നത്, എനിക്ക് സത്സംഗ ഭാഗ്യം കിട്ടിയാൽ മതിയായിരുന്നു. നല്ല ചിന്തകൾ തരുന്ന കുറേ ആളുകളോടൊരു എന്ത് വേണം? ഒരു സംസർഗമുണ്ടാവണം, സംയോഗമുണ്ടാവണം. ഭാഗവതത്തിൽ ജഡഭരതൻ പറയും, ജഡഭരതൻ്റെ വരികളാണ്. രഘൂഗണൻ എന്ന രാജാവിനോട് പറയാണ്, രാജൻ കുറേ അമ്പലത്തിൽ പോയതുകൊണ്ടോ, കുറേ ഹോമങ്ങൾ ചെയ്തതുകൊണ്ടോ, കുറേ പൂജകൾ ചെയ്തതുകൊണ്ടോ, കുറേ തർപ്പണം ചെയ്തതുകൊണ്ടോ, വേദമന്ത്രം വെറുതെ ഇരുന്ന് ചൊല്ലിയതുകൊണ്ടോ മനസ്സുയരില്ല. എന്ത് വേണം? രഘൂഗണ ഏതൽ തപസാന്നയാതി ന ചേച്യയാ നിർവപണൽ ഗൃഹദ്വാം ന ചന്ദസാ നൈവ ജലാഗ്നിസൂര്യൈ വിനാമഹത്പാദരജോഭിഷേകം എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ. ഞാൻ പറയുന്നതൊക്കെ 5-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 13ഉം 14ഉം ശ്ലോകങ്ങൾ. എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദം പ്രശ്രൂയതേ ഗ്രാമ്യകഥാവികാതം നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതിം സതിം യച്ഛതി വാസുദേവേ. ഹേ രാജൻ, കണ്ടു നിങ്ങൾ ശ്ലോകങ്ങൾ. രാജൻ, രഘൂഗണ രാജൻ വെറുതെ അന്ധമായി തപസ് ചെയ്തതുകൊണ്ടോ, കുറേ
മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ, നിങ്ങൾ കുറേ വിഷ്ണു സഹസ്രനാമം ചൊല്ലി അങ്ങനെയൊക്കെ പലതും കീർത്തനങ്ങൾ ചൊല്ലി ഇതുകൊണ്ടൊന്നും രാജൻ മനസ്സിന് ധൈര്യം വരില്ല. അതിനെന്ത് വേണം? രജോഭിഷേകം, സത്സംഗങ്ങൾക്ക് പോകുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പോയി ഇതൊക്കെ ഒന്ന് കേൾക്കൂ നിങ്ങൾ. അതാണ് നമ്മുടെയൊക്കെ ജോലി. ഇത് മനസ്സിലാക്കി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി എന്നിട്ട് അങ്ങയുടെ മനസ്സിനെ അർപ്പിക്കൂ. ആരിൽ അർപ്പിക്കൂ? പരമാത്മാവിൽ അർപ്പിക്കൂ. മതി വാസുദേവേ യച്ഛതി. അങ്ങയുടെ മനസ്സ് പരമാത്മാവായിരിക്കുന്ന വാസുദേവനിൽ തന്നെ ദൃഢമായി ഉറച്ചു കിട്ടും. അതായത് മനസ്സിൻ്റെ ശക്തിയും ബലവും ആരോഗ്യവും കൂടിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പ്രാർത്ഥനകൾ ചൊല്ലി, നാമങ്ങൾ ചൊല്ലി, ഒരു വശത്ത് അതൊക്കെ ചൊല്ലുമ്പോഴും വേറെ വശത്ത് മനസ്സ് പറയും, അയ്യോ നടക്കില്ല ഈ കാര്യം, വിചാരിച്ച കാര്യം നടന്നു കിട്ടണേ. അതിനു വേണ്ടിയൊക്കെ നിങ്ങൾ ചൊല്ലുമ്പോൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ ഈ ചൊല്ലിയ പ്രാർത്ഥനകളൊന്നും നിങ്ങൾക്ക് മനസ്സിനൊരു ശക്തിയും ധൈര്യം തരില്ല. കുറേ കഴിഞ്ഞാൽ അവർ മാനസികമായി തളരും. അപ്പോൾ ഈ പ്രാർത്ഥനകൾ എവിടെയാണ് കൊണ്ടെത്തിച്ചത് അവർ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പ്രാർത്ഥന മനസ്സിനെ തളർത്തും, ധ്യാനം മനസ്സിനെ ഉയർത്തും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്രകാരം ഈ കുട്ടി അവിടെ നിന്ന് ഭഗവാൻ പോയതിന് ശേഷം, ഭഗവാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ രൂപം അപ്രകടമായതിനു ശേഷം പിന്നെ കൊട്ടാരത്തിൽ ചെല്ലുന്നു, അച്ഛൻ സ്വീകരിക്കുന്നു, രാജാവ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. കഥകളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഉത്താനപാത രാജാവ് തപസ്സിന് പോകുന്നു, ധ്രുവൻ രാജ്യം ഭരിക്കുന്നു. ഒരു ദിവസം ഉത്തമൻ മൃഗയാവിനോദത്തിന് കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു യുദ്ധത്തിലേർപ്പെടുന്നു. യുദ്ധത്തിൽ ചതിയിൽ മരിക്കപ്പെടുന്നു. ഈ വിവരം അറിഞ്ഞ അമ്മ മകൻ്റെ ബോഡി കൊണ്ടുവരാൻ, ശരീരം കൊണ്ടുവരാൻ കാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ കാട്ടുതീ പുറകിൽ വരുന്നത് കണ്ടില്ല. കാട്ടുതീയിൽപ്പെട്ട് സുനീതിയല്ല, ഉത്തമൻ്റെ അമ്മ ആരാണ്? സുരുചി. ആ അമ്മ കാട്ടുതീയിൽപ്പെട്ട് വെന്തുരുകി മരിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, എവിടെ എന്താ കിട്ടിയത് അവർക്ക്? താൻ നിരന്തരം ചെയ്യുന്നവർ. ഇതൊക്കെ ഇന്ന് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. ഒരു സുഖത്തിന് വേണ്ടി വേറൊരാളെ വേദനിപ്പിക്കുന്നു, പിന്നെ ജയിലിൽ കിടക്കുന്നു. ഇന്നും ഈ സുരുചിമാർ കാട്ടുതീയിലോ ജയിലിലോ പെട്ട് വീഴുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഈ കഥകളൊക്കെ ഇന്നും നടക്കുന്ന കഥകളാണ്. അങ്ങനെ ധ്രുവന് ദേഷ്യം വന്നു, കോപം വന്നു തൻ്റെ സഹോദരനെ കൊന്നവരോട്. ധ്രുവൻ യുദ്ധത്തിനായി പോകുന്നു. ആ സമയത്ത് സ്വയംഭൂമനു എന്ന്, നോക്കണേ, തപസ് ചെയ്ത് ശംഖചക്ര ധാരൂപൊക്കെ കണ്ട ആളാണ്. എന്നാൽ ഇവിടെ സത്സംഗത്തിനായി വരുന്നു സ്വയംഭൂമനു. ധ്രുവന് സത്സംഗം ചെയ്യാണ്, എന്താ പറയുക, നല്ലത് ഉപദേശിച്ചു കൊടുക്കുകയാണ് സ്വയംഭൂമനു. ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 13-14 ശ്ലോകങ്ങളൊക്കെ വളരെ ഗംഭീരങ്ങളായ ശ്ലോകങ്ങളാണ്. ഇത് മനു പറഞ്ഞു കൊടുക്കണം. സ്വയംഭൂമനു പറയുന്നു, തിതിക്ഷയാം കരുണയാ മൈത്ര്യാച്ചകില ജന്തുഷോ സമത്വേന സർവാത്മാ ഭഗവാൻ സംപ്രദീശ്യതി സംപ്രസന്നേ ഭഗവതി പുരുഷപ്രാകൃതൈ ഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതി. ഉണ്ണി, വേണ്ടത് തിതിക്ഷയ, ഈ ക്വാളിറ്റി വേണമെന്ന്. തിതിച്ച എന്നുള്ള കഴിവ്, അതായത് ആരൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയാലും ഒരു ആമയെപ്പോലെ മനസ്സിനെ അതിൽ നിന്നും വലിച്ചു കൊണ്ടുവരാനുള്ള കഴിവിനെയാണ് തിതിക്ഷയ. ആരൊക്കെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്താലും ഭഗവാൻ പറയും കൂർമോങ്കാനീവ സർവശ. അമ്പലങ്ങളിലൊക്കെ വിളക്കിൻ്റെ താഴെ ആമയെ വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിന്? അമ്പലത്തിൽ പോകുമ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി നല്ല ദിവ്യ ചിന്തകൾ വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആ വിളക്കുകളൊന്നും തമിഴ്നാട്ടിൽ പണിതതല്ല. മനസ്സിലായില്ലേ? കാരണം തമിഴ്നാട്ടുകാരാണ് എന്ത് ചോദിച്ചാലും ആമ, എന്ത് ചോദിച്ചാലും ആമ, എங்கே പോയച്ച് ആമ, എപ്പോൾ വരുവേൻ ആമ, എല്ലാറ്റിനും ആമ. അതുകൊണ്ടൊരു പാവം മലയാളിയെ പാമ്പ് കടിച്ചു. കൊണ്ടുപോയതൊരു തമിഴ് ഡ്രൈവർ. ഡോക്ടർ ചോദിച്ചു, പാമ്പാണോ കടിച്ചതെന്ന്? ആമാന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, ആമയല്ലേ കടിച്ചതെന്ന്, കൊണ്ടുപോയിക്കോളൂ, നാളെ ചത്തും പോയി.
മനസ്സിലായില്ലേ? അപ്പം അത് തമിഴ്നാട്ടിൽ പഠിത്തതുകൊണ്ടല്ലത്. ഈ ആമ എന്നതൊരു പ്രതീകമാണ്. എന്താണ് ആമയുടെ പ്രത്യേകത? കൂർമ്മ അങ്കാനീവ്, അതിൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അതിന് വലിക്കാൻ സാധിക്കുന്നു. ഇതേപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു ദൗർബല്യ ചിന്തയിൽ നിന്നും മാറ്റി നിർത്താൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് തിതിക്ഷയ, കരുണയ, മറ്റൊരാളെ ഉയർത്താനുള്ളൊരു മനസ്സ്, മൈത്രിയ, നല്ല കൂട്ടുകെട്ടുമായി നടക്കാനുള്ളൊരു മനസ്സ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഭഗവാൻ സംപ്രസീതതി, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക? നിങ്ങൾക്കെന്താ തോന്നിയിട്ടുള്ളത്? ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരെയാണോ? ഭഗവാൻ ആരെയാണ് അനുഗ്രഹിക്കുക? ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കുന്നത്. ഈ ശ്ലോകം ഗംഭീരമാണ്. 10ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഗീതയിൽ, നിങ്ങളുടെയൊക്കെ കയ്യിൽ ഭാഗവതം ഇല്ലാത്തതുകൊണ്ട് ഭാഗവതത്തിൽ അനവധി വരികളുണ്ട്. അവിടെ ഏതൽ ഏറ്റവും അവസാനം, ഏതൽ വിഭൂതിമത് സത്വം 40ാമത്തെ ശ്ലോകമാണ്. 1 ഏതൽ വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംസ സംഭവ. ഉണ്ടോ അങ്ങനെ ഒരു വരി? ഊർജിതമേവ. ഊർജിതം എന്ന് പറഞ്ഞാൽ ഏതൊരു മനസ്സിലാണോ ഊർജം, ശക്തി, മമ തേജ അംശ സംഭവം, അവർ എൻ്റെ അനുഗ്രഹം നിറഞ്ഞ മനസ്സുള്ളവരാണ്, എൻ്റെ തേജസ് നിറഞ്ഞ മനസ്സുള്ളവർ. ഇപ്പം നിങ്ങളുടെ മനസ്സ് ദുർബലമാണോ? നിങ്ങൾക്ക് ആരുടെ അനുഗ്രഹമില്ല? ഭഗവാന്റെ അനുഗ്രഹമില്ല. നിങ്ങളുടെ മനസ്സ് ധീരമാണോ, ശക്തമാണോ? നിങ്ങളുടെ കൂടെ മമ തേജ അംശ സംഭവ, എൻ്റെ തേജസ് ആ ശരീരത്തിൽ, ആ മനസ്സിൽ നിറഞ്ഞിരിക്കും. ഊർജിതമേവ. എന്ത് വേണം? മനസ്സിൽ നല്ലവണ്ണം ഊർജിതം വേണം, ആ ഊർജം വേണം. ആ ഊർജം എവിടെ നിന്ന് കിട്ടും? ധ്യാനം, നിരന്തരമായ ധ്യാനം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നത്, പ്രാർത്ഥന ദുർബലമാക്കും, ധ്യാനം പറയൂ ധീരമാക്കും. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ വിടൂ. അല്ലെങ്കിൽ ഇങ്ങനെ എത്ര കാലം നിങ്ങൾ പ്രാർത്ഥിക്കും? ദൈവമേ കൈതൊഴാം. കുറേ കഴിഞ്ഞാൽ മാറ്റണ്ടേ അത്? അതാണ് കുട്ടികൾക്ക് പ്രായമുള്ളവരോട് ഇത്ര വെറുപ്പ്. കയറി വരുമ്പോഴാണ് അവർ കളിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴാണ് പണ്ടുള്ളവർ. ഇപ്പം പിന്നെ അവർ കുങ്കുമപ്പൂവും ചന്ദനപ്പൂവിലേക്കും പോയി. പണ്ടൊക്കെ കുട്ടികളൊക്കെ കയറി വരുന്ന സമയത്തായിരിക്കും ഈ മുത്തശ്ശിമാരൊക്കെ കൂടി ചേർന്നിരുന്നിട്ട് പാടുക, നരകത്തിൽ നിന്നും കരകയറ്റിയിടണം. അപ്പം വിചാരം നമ്മളെ കൂടി ചേർന്നിട്ട് അവരെ ജീവിതം നരകാക്കിയത് എന്നുള്ളതാണ്. തിരുവൈക്കം വാഴും ശിവശംഭോ വലിയൊരു കാട്ടിൽ. ഇത് നല്ല സൗകര്യമുള്ള വീട്ടിലിരുന്നിട്ടാണ് പാടുന്നത്. വലിയൊരു കാട്ടിൽ അകപ്പെട്ട്. ഇതെന്താ ഇവരിനി പാലക്കാട് കൊണ്ടിടണോ? ഇനി ഏത് കാട്ടിലിരുന്നിട്ടാണ് പറയുന്നത്? അകപ്പെട്ടേ നാം വഴിയും കാണാതെ ഉഴലുമ്പോൾ. ഒരു വാതിലും അടച്ചിട്ടില്ല, എല്ലാം തുറന്ന് കിടക്കും. ഇനി ഇവർക്ക് എന്ത് വഴിയാണ് കാണാനുള്ളത്? വഴിയിൽ നേർവഴി അരുളേണം നാദ. മനസ്സിലായി? ഇതൊക്കെ നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി പാടാം, അല്ലാതെ ഒന്നും മനസ്സിലെടുത്ത് പാടരുത്. ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ്. ഏത് മതത്തിനും എനിക്ക് തോന്നുന്നു നമ്മൾ വീടുകളിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നിപ്പോഴത്തെ പല കമ്മിറ്റിക്കാരോടും. രാവിലെ തന്നെ ഞാൻ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് താമസിക്കായിരുന്നു. രാവിലെ തന്നെ കുത്തട, ഇടിക്കട, മുട്ടട, ചാടട, അയ്യപ്പോ അയ്യപ്പോ അയ്യപ്പോ. ഇതെന്തോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ പോകുന്ന പാട്ട്. എന്തിനാ ഇങ്ങനെ രാവിലെ 4 മണിക്ക് എണീറ്റ് കുത്തട, മുട്ടട, ഇടിക്കട, ബുദ്ധവും 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമി എന്ന് പറഞ്ഞിട്ട്? എന്തൊരു ക്രൂരതയാ നോക്കൂ നിങ്ങൾ. ഒരു വല്ലാത്ത ശാപം തന്നെയാണത്. അല്ലേ? ശരിയല്ലത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? സഹിക്കാൻ പറ്റാത്ത ചില പാട്ടുകളും. എൻ്റെ ഈശ്വര, തമിഴിലെ പുതിയ ലേറ്റസ്റ്റ് ഫിലിമൊക്കെ അയ്യപ്പൻ്റെ പേര്. ഇതെന്താ അയ്യപ്പൻ എന്താ ചവിട്ടാനും കുത്താനും പോകുന്ന പോലെ? അതിന് പകരം ആ പൂന്താനത്തിൻ്റെ നല്ല വരികൾ. എന്താ അതിൻ്റെ സൗന്ദര്യം നോക്കൂ നിങ്ങൾ. കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന നേരത്തോ കണ്ടില്ലെന്നു വരുത്തുന്നതും 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തും
ഭവാൻ. എന്ത് മനോഹര വരികൾ, എന്ത് അർത്ഥവത്തായ വരികൾ. എനിക്ക് തോന്നുന്നു ഏത് ഭാഷയിലേക്ക് മാറ്റിയാലും ഒരു മതത്തിനും നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ് പൂന്താനം എഴുതി വെച്ചത്. അത് ഭാഗവതത്തിൻ്റെ സാരസമ്പത്താണ്. ഒരുപക്ഷെ നാരായണീയത്തേക്കാൾ ശ്രേഷ്ഠമാണ് പൂന്താനത്തിൻ്റെ കൃതി എന്ന് ഞാൻ പറയും, സത്യം പറഞ്ഞാൽ. കാരണം നാരായണീയത്തിൽ ഇത്തിരിയൊക്കെ ഭട്ടതിരിപ്പാട് രോഗം മാറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂന്താനം അങ്ങനെ ഒരു വാക്ക് പോലും പറയില്ല. പറയുന്നത് നോക്കും നിങ്ങൾ. ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കള, കൃഷ്ണ കൃഷ്ണ മുകുന്ദ. ഒരു തളരുന്ന വാക്കുപോലും അതിലില്ല. ഉണ്ടോ? ഭട്ടതിരിപ്പാട് ഇത്തിരിയൊക്കെ കേന്ന് ലാസ്റ്റ് അവസാനം എപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. അതുവരെയൊക്കെ അദ്ദേഹം വാതരോഗം മാറ്റിത്തരൂ. പൂന്താനത്തിന് വാദവും ഇല്ല. നോക്കണേ, പൂന്താനാണ് ശരിക്കും കരയേണ്ടത്. കാരണം പുത്രൻ മരിച്ച ആ അവസ്ഥയിലാണ് അതേ എഴുതുന്നത്. ഒരാൾ വാതരോഗത്തിലിരുന്നിട്ടാണ് എഴുതുന്നത്. വ്യത്യാസം നോക്കും. അതുകൊണ്ടായിരിക്കാം ഒരിക്കൽ പൂന്താനത്തിനോട് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത്, അങ്ങയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അതാണ്. സംസ്കൃതത്തിൽ അങ്ങേക്ക് വലിയ കഴിവൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളൊക്കെ നാരായണീയം വായിക്കുന്ന കൂട്ടത്തിൽ ആ പൂന്താനത്തിൻ്റെ കൃതിയും കൂടെ ഒന്ന് വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ തലയിൽ കയറും. അല്ലെങ്കിൽ കുറേ സംസ്കൃതത്തിൽ വെടിപൊട്ടിക്കുന്ന ശബ്ദം, സംപേ കട്ടയതോ ഹിരണ്യകശിപോ സമാചൂർണയൻ, കുറേ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ആളുകൾ പേടിക്കുന്നത് എന്താ ഉണ്ടായത് ഇവിടെ അതിനൊക്കെ ഒരു ചെറിയൊരു വേണം വ്യത്യാസം. മനസ്സിലായില്ലേ? ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, എൻ്റെ അനുഗ്രഹമുള്ളത് എവിടെയാണ്? ഏതൊരു മനസ്സിലാണോ ധീരതയുള്ളത്, ഊർജമുള്ളത്, അവർക്ക് എൻ്റെ അനുഗ്രഹമുണ്ട്. ഇത് ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു ഈ സ്വയംഭൂമനു. ഉണ്ണിയല്ല, ഇപ്പം കല്യാണം കഴിച്ച വലിയ ആളാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് ഈ ഒരു തരത്തിൽ ചിന്തിക്കാൻ പറ്റണം, ഈ ക്രൂരതയുടെ ചിന്തയിൽ നിന്ന് മാറൂ. അത് കേട്ടതും അദ്ദേഹം, കുബേരനാണ് ഈ യക്ഷന്മാരുടെ രാജാവ്, യക്ഷന്മാരുമായിട്ടാണ് യുദ്ധം. കുബേരൻ്റെ കാൽക്കൽ ചെന്ന് വീഴുന്നു ധ്രുവൻ, സ്വയംഭൂമനു പറയുന്നത് കേട്ടിട്ട്. ആ സമയത്ത് കുബേരൻ ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് എന്താ വരം വേണ്ടതെന്ന്. അപ്പോൾ ചോദിക്കുന്ന വരം എന്താണെന്നറിയോ? 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. രാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി അരൗസവവ്രേ അചലിതാം സ്മൃതിം തരത്യയജ്ഞേന ദുരത്യയം തമാം. എനിക്കൊരു വരം മാത്രം മതി. ഹരൗസവവ്രേ അചലിതാം സ്മൃതി. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ദൃഢമായൊരു ഉറച്ച ഒരു മനസ്സ് വേണം. ഇതിലപ്പുറം ഒന്നും വേണ്ട. ഇതാണ് അവസാനം ചോദിക്കുന്നൊരു വരം. അപ്പം അവസാനം എത്തുന്നത്, ഈ മനസ്സിനൊരു ധൈര്യം കിട്ടണമെങ്കിൽ അത് ആരിലേക്ക് തിരിയണം? ആരിലേക്ക് എത്തണം? ഭഗവാൻ. നിങ്ങൾ എവിടെയൊക്കെ ഓടിക്കോളൂ, ഏതൊക്കെ അമ്പലത്തിൽ പോയി നിങ്ങൾ സമാധാനം തേടിക്കോളൂ. പക്ഷെ നിങ്ങളിൽ തന്നെയുള്ള പരമാത്മാവിലേക്ക് മനസ്സിനെ കൊണ്ടുവരാത്തോടത്തോളം കാലം ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പോലെ തതയ്ക്കും 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 തതയ്ക്കും. എന്ത് കാര്യം? കുറേ സമയം പോക്കി കിട്ടും, സമയം കളഞ്ഞു കിട്ടും. നിങ്ങളിൽ തന്നെയുള്ള സത്യം അതിലേക്ക് മനസ്സിനെ ഉയർത്തും. ഇപ്രകാരം ഈ കഥ പറഞ്ഞതിന് ശേഷം ധ്രുവൻ പിന്നീട് ബദരീനാഥിൽ തപസ് ചെയ്യാൻ പോയി എന്നാണ്. ആ കാലഘട്ടത്തിൽ ധ്യാനഭൂമിയായിരുന്നു ഈ ഹരിദ്വാർ, ഋഷികേശ്, ബദരീനാഥം തുടങ്ങിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ധ്യാനം ചെയ്യുന്ന സമയത്ത് കഥ പറയുന്നതൊരു പ്ലെയിൻ വന്നു എന്നും ആ പ്ലെയിനിൽ നിന്ന് വിഷ്ണുദൂതന്മാരിറങ്ങിയെന്നും ആ സമയത്ത് ഇദ്ദേഹത്തിനോട് കയറാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് എനിക്ക് ആരെ കയറ്റണം? അമ്മയെ കയറ്റണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ദേ മുന്നോട്ട് നോക്കൂ ആരാ പോകുന്നത് എന്ന്. അപ്പം ധ്രുവൻ തപസ് ചെയ്യാൻ ഇത്രയൊക്കെ ദൂരം വന്ന് എത്തിച്ചേർന്ന ആ ഒരു ഉന്നതി വീട്ടിലിരുന്നു കൊണ്ട് കൈവരിച്ച ആളായിരുന്നു ആര്? സുനീതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിരുന്ന് മനസ്സിനെ ഉയർത്താൻ സാധിക്കും. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഈ കാര്യം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഇതെന്ന് വ്യക്തമല്ലേ? എന്താ വ്യക്തമാക്കേണ്ടത്?
പുറമേ നിന്നൊന്ന് കിട്ടുന്നതല്ല ശക്തി, അത് ഉള്ളിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ളതാണത്. മനസ്സുണ്ടോ പരമാത്മാവുണ്ട്, ഒരു ശരീരമുണ്ടോ ഭൂമിയുണ്ട്, ഉള്ളിൽ വായുവുണ്ടോ പുറമേ വായുവുണ്ട്. ഒരു മനസ്സുണ്ടോ ആ മനസ്സിൻ്റെ കൂടെ തന്നെ ചേർന്നുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനന്ത പരമാത്മശക്തിയുമുണ്ട്. ഈ ഒരു ബോധത്തിൽ നിങ്ങൾ ജീവിക്കൂ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്തിയെടുക്കാം, ജീവിതം ധന്യമാക്കാം. അതിനുശേഷം പിന്നീട് പൃഥുചരിതം എന്നൊരു ചരിതമുണ്ട്. ഒരു രാജാവായിരുന്നു പൃഥു. അദ്ദേഹമാണ് ഒരു ജീവിത ചിട്ട ഈ ഭാരതീയർക്ക് ഉണ്ടാക്കിക്കൊടുത്ത ആദ്യത്തെ രാജാവ്. കൃഷി, അതുപോലെ തന്നെ വാണിജ്യം, ഒരു ഭൗതിക പുരോഗതി എങ്ങനെയായിരിക്കണമെന്ന് നോക്കണേ. ഞാനിത് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് ഭാഗവതത്തിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ പൃഥുവിൻ്റെ ചരിതത്തിൽ, അവിടെ പൃഥു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ ശ്ലോകം വായിക്കാം. ഇത് പറയുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്. ഗ്രാമാൻ പുര പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സശിബിരാൻ ആകരാൻ കേടകർബിടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമങ്ങളെ ചിട്ടപ്പെടുത്തി. ഇതൊക്കെ ഏത് കാലം? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ഗ്രാമങ്ങളൊക്കെ വികസിച്ച് വന്നത് 2000 വർഷങ്ങൾക്ക് ശേഷമല്ല. ഈ എഴുതി വച്ചിരിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമങ്ങൾ, പുരം, പട്ടണങ്ങൾ, അതുപോലെ തന്നെ വ്യവസായ സ്ഥലങ്ങൾ, ബിസിനസ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത ചക്രവർത്തിയായിരുന്നു പൃഥു എന്ന് പറയുമ്പോൾ 5000 years മുമ്പ് തന്നെ ഒരു ഇവോൾഡ് രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. മനസ്സിലായില്ലേ? അമേരിക്കയും മറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അതൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് എത്രയോ ഇവോൾഡ് ആയിരുന്നു. പക്ഷെ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ഭൗതിക സമ്പത്തും രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ ആത്മീയ സമ്പത്തും, അതാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ലാതെ പോയത്. 2 സമ്പത്തും ഒരുമിച്ച് ഉയർത്തണം. മനസ്സിൻ്റെ സമ്പത്തായ മനോധൈര്യവും ആത്മ അനുഭൂതിയും, ശരീരത്തിൻ്റെ സമ്പത്തായ ഭൗതിക പുരോഗതിയും, ഇത് രണ്ടും തുലനം ചെയ്ത രാജാവാണ് പൃഥു. നമുക്ക് ഇന്ന് എന്ത് പറ്റിച്ചാൽ ശരീരത്തിൻ്റെ സമ്പത്ത് കൊണ്ടുപോകാൻ പലതും ഉണ്ട് സൗകര്യങ്ങൾ. ഏതിനെ കൈവിട്ടു? മനസ്സിൻ്റെ സമ്പത്ത്, മനോധൈര്യവും ഉണ്ടാക്കേണ്ട, ആത്മാനുഭൂതി അങ്ങനെ ഒരു സാധനവും ഇല്ല. മനസ്സിലായില്ലേ? പരമാത്മാവ് എന്നൊരു സാധനം മനസ്സിൻ്റെ കൂടെ ഇല്ല. മനസ്സെന്ന് തന്നെ എന്താണെന്ന് ആരാ പഠിപ്പിക്കുന്നത്? പിന്നെണ്ടോ പരമാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെയാണ് ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തി. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം നൽകുന്ന, മനസ്സിനെ ഉയർത്തുന്ന വിദ്യാഭ്യാസം നൽകുന്ന ഭാഗവതവും ഗീതയും എന്നും അതിന് പ്രസക്തിയുണ്ട്. അതിനൊരു ഹിന്ദു പരിവേഷം കൊടുത്തത് കൊണ്ടാണ് അത് ഇങ്ങനെയായിപ്പോയത്. ഒരുപക്ഷെ അത് അദ്വൈത സംസ്കാരത്തിൻ്റെ, ഈശ്വര അനുഭൂതിയുടെ ഒരു ശാസ്ത്രമായി ലോകം അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാ മതങ്ങളും അതിനെ സ്വീകരിച്ചേനെ, അല്ലേ? കാരണം അവിടെ മതങ്ങൾ തടസ്സമാവില്ല. ഇന്നതിന് മതത്തിൻ്റെ പരിവേഷം കൊടുത്തു. എന്നാൽ ഭാഗവതത്തിൽ പറയുന്ന പരമാത്മാവ് ഹിന്ദുക്കളുടെ പരമാത്മാവാണോ? ശ്രദ്ധിക്കൂ നിങ്ങൾ. ഭാഗവതത്തിൽ പറയുന്ന, ഭഗവത്ഗീതയിൽ പറയുന്ന പരമാത്മാവ് ഹിന്ദുക്കളുടെ മാത്രം പരമാത്മാവാണോ? ആണോ? ഏത് മനുഷ്യനും പരമാത്മാവ് ഒന്നേ. ഏത് ശരീരത്തിനും ഭൂമി ഒന്നേ ഉള്ളൂ എങ്കിൽ അതിനെന്ത് മതമാണ്? നോക്കൂ നിങ്ങൾ, ഈ ഭഗവത്ഗീതയും ഭാഗവതത്തെയും ഹിന്ദു മതഗ്രന്ഥം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ മഹാന്മാരെ നിന്ദിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഒരു സംസ്കാരം. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചല്ല പറയുന്നത്, മനസ്സിൻ്റെ കൂടെയുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമാത്മ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനെന്ത് മതവും എന്ത് ജാതിയും. ഏതായാലും ഇപ്രകാരമൊക്കെ ആ പൃഥുവിൻ്റെ ചരിത്രത്തിന് ശേഷം പിന്നൊരു കഥയാണ് പുരഞ്ജനോപാഖ്യാനം. അതും കൂടി പറഞ്ഞാൽ നിർത്താം. പണ്ടൊരു രാജാവ് അനവധി യാഗങ്ങൾ ചെയ്ത് സമാധാനമില്ലാത്ത ഒരാളായിത്തീർന്നു. ഇത് നിങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ടൂ മച്ച് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ, വെറും ആചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ. രാവിലെ ആവണോ അമ്പലത്തിൽ പോകുന്നു, വൈകുന്നേരം ആവണോ അമ്പലത്തിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആത്മീയമായി ആ ക്ഷേത്രത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ, വെറും തൊഴുതു പോകാനാണ് ഉപയോഗിച്ചതെങ്കിൽ, ഒരുപക്ഷെ പ്രായമാകുന്തോറും ശാരീരികമായി തളരുമ്പോൾ അവർക്കൊരു കുറ്റബോധം വളരെ മാനസികമായി കൂടും.
ഇതുപോലെ ഈ രാജാവിനും കുറ്റബോധം വന്നു. എന്താ കുറ്റബോധം? അനവധി യാഗം ചെയ്തു, ഇപ്പോൾ മാനസികമായി അസ്വസ്ഥനാണ്, പ്രായമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോഴെനിക്കൊന്നും. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും നാരദ മഹർഷി. നാരദർ പറഞ്ഞു, രാജൻ നാണമില്ലല്ലോ ഇത്രയും യാഗങ്ങളൊക്കെ ചെയ്ത് അങ്ങ് ഇരുന്ന് കരയുന്നത്? അല്പം പോലും അദ്ദേഹം മാനസികമായി ഉയർന്നിട്ടില്ല. കർമ്മങ്ങളിൽ അങ്ങനെ കുരുങ്ങിക്കിടക്കായിരുന്നു ആ മനസ്സ്. ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചടങ്ങ്, നിരന്തരം ചെയ്യുന്ന ഒരു ആവർത്തിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് കാണാം, ഇന്നും ആളുകൾ രാവിലെ അമ്പലത്തിൽ പോയി, എനിക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും മുടങ്ങാതെ രാവിലെ പോകുന്നത്. ഒരടി ജീവിതത്തിൽ കിട്ടിയതും അതോടുകൂടി ഗുരുവായൂരപ്പനില്ല. ഗുരുവായൂരപ്പൻ അതോടുകൂടി കഴിഞ്ഞു. കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അതുവരെ അവർ വിചാരിച്ച കാര്യങ്ങൾ സാധിപ്പിച്ചു. ഒരടി കിട്ടിയതോടുകൂടി ഗുരുവായൂരപ്പനില്ല. ഇപ്പം എന്താ പോവാത്തത്? ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു പറഞ്ഞ കാര്യം. നമുക്ക് ആ രീതിയിലുള്ള ഭക്തിയാണ് പലരുടെയും ഉള്ളത്, കയ്യിലുള്ളത്. ഇവിടെ രാജാവ് കരഞ്ഞപ്പോൾ നാരദർ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് പുരഞ്ജനോപാഖ്യാനം. പുരഞ്ജനൻ എന്ന് പറയുന്ന രാജാവ് കൊട്ടാരം അന്വേഷിച്ച് നടന്നു എന്നും താമസിക്കാനായി. അവസാനം പാലക്കാട് കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ 9 ഗോപുരങ്ങളുള്ള ഒരു കൊട്ടാരം കിട്ടിയെന്നും അവിടെ കയറി ചെന്നപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു എന്നും. അപ്പോൾ അവളോട് ചോദിച്ചു, ഇതാരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, കൊട്ടാരമൊക്കെ എൻ്റെയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് കൊട്ടാരം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു ഭർത്താവിനെയും വേണമെന്ന്. അപ്പോൾ 2 പേരും കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. ഒരാൾ ഹൗസ് വൈഫും മറ്റൊരാൾ വൈഫ് ഹൗസിലും. അങ്ങനെ 2 പേരും കല്യാണമൊക്കെ കഴിച്ച് ആ വീട്ടിലങ്ങനെ താമസം തുടങ്ങി. അങ്ങനെ എന്തിനു പറയുന്നു, നല്ല സുഖ സൗകര്യം, ഒരുപാട് സെർവൻസ് ഉണ്ട്, 10-11 സെർവൻസ് ഉണ്ട്, കാവൽക്കാർ പാമ്പുകളൊക്കെയാണ്, പട്ടിയൊന്നുമല്ല, 4-5 പാമ്പുകളുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ സുഭിക്ഷമായ സുസമ്പന്നമായൊക്കെ ജീവിക്കുന്നു. ഒരു ദിവസം മക്കളൊക്കെ ആയി, മക്കൾ വളർന്നു. അവർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പറഞ്ഞയച്ചു, പാലക്കാട് വിക്ടോറിയ കോളേജിൽ പറഞ്ഞയച്ചു, സംഗീത കോളേജിൽ പറഞ്ഞയച്ചു. വളർന്ന് കല്യാണപ്രായപ്പം എല്ലാറ്റിനും സുന്ദരജാനും സുന്ദരിഞ്ഞിയും കെട്ടിച്ചു വിട്ടു. അതൊക്കെ പോയതിനു ശേഷം രാജാവും ഭാര്യയും, അല്ലെങ്കിൽ ഇദ്ദേഹം ഭാര്യയോടൊത്ത് അങ്ങനെ താമസിക്കുന്നു. ഒരു ദിവസം ഇദ്ദേഹം സിനിമ കാണാൻ പോയി. തിരിച്ചു വരുന്ന വൈകിയപ്പോൾ ഭാര്യയെ കാണുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഭാര്യ പിണങ്ങിയിരിക്കുകയാണെന്ന്. രാജാവിനോട് പറഞ്ഞു, ഇനി മേലാൽ എന്നെ വിട്ടുപോകരുത്, ഞാനറിയാതെ ഒരു സ്ഥലത്തേക്കും പോകരുത്. അതിനുശേഷം രാജാവ് യാത്ര നടത്തി. കാലം മുന്നോട്ട് പോയി. രാജാവിന് അസുഖം വന്നു, ഡെങ്കിപ്പനി വന്നു. അങ്ങനെ പനി വന്ന് അസുഖമൊക്കെ വന്ന് രാജാവ് തളർന്നിരിക്കുമ്പോൾ രാജാവിനൊരൊറ്റ വിഷമം, ഞാൻ പോയാൽ എൻ്റെ ഭാര്യ സുഭദ്രയെ ആര് നോക്കും? മക്കളൊന്നും ഇപ്പം വരില്ല. മക്കളൊക്കെ എന്താ പറയുക, ഒരാൾ കോയമ്പത്തൂരിലും ഒരാൾ ചെന്നൈയിലൊക്കെ സെറ്റിൽഡാണ്. ഇനിയിപ്പോൾ ആരാ നോക്കുക ഈ ഭാര്യയെ? ഇന്നിപ്പോൾ അതാണല്ലോ കാരണവന്മാർക്കുള്ള വിഷമം. ഒരിക്കൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരുവായൂരപ്പ കൃഷ്ണ, എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കാവൂ എന്ന്. ചത്തുപോട്ടെ എന്ന് ഭർത്താവ് പറഞ്ഞു. എടി നീ ഇങ്ങനെ ക്രൂരത ചിന്തിക്കാതെ നീ എന്തിനാ ഞാൻ ചത്തുപോണേ എന്ന് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല ചേട്ടാ, ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആര് നിങ്ങളെ നോക്കും? ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. ഇന്ന് നീയാണോ തീരുമാനിക്കുക എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളത്? അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ നിങ്ങളെ ആര് നോക്കും? നിങ്ങളെവിടെ പോയി താമസിക്കും? ഉടനെ ഭർത്താവ് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നീ എവിടെ പോയി നിൽക്കും? അതാദ്യം അറിയട്ടെ. പറഞ്ഞു, നിങ്ങൾ മരിച്ചിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ പോയി നിൽക്കും. അവളാണെങ്കിൽ പാവം കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് മരിച്ച അവൾ ഒറ്റയ്ക്കാണ് താമസം, ഞാൻ അവളുടെ കൂടെ പോയി താമസിക്കും. ഞാൻ മരിച്ചാൽ നിങ്ങളെവിടെ പോയി നിൽക്കും? എടി ഞാനും അതന്നെ ചെയ്യാൻ പോണത്. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ബുദ്ധിയാണ് മനുഷ്യ മനസ്സിൽ. ഏതായാലും പുരഞ്ജനൊരൊറ്റ ചിന്ത, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയെ ആര് നോക്കുന്നു? ഭാര്യയെ തന്നെ ചിന്തിച്ച് ശരീരം ഉപേക്ഷിച്ചു. എന്തിനു പറയുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുക. കാരണം പിന്നീടൊരു സ്ത്രീ ശരീരത്തിലേക്കാണ് ആ മനസ്സ് പോകുന്നത്. അതുകൊണ്ട് ചാവാൻ നേരത്ത് ടോമിയെക്കുറിച്ചും അതുപോലുള്ള സാധനങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കേണ്ട. അവസാനം വരുന്നത് ടോമിയായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വല്ല പേരുകളൊക്കെ ആയിട്ട് വരേണ്ടി വരും. ചില പട്ടികളെ കണ്ടാൽ കഴിഞ്ഞ ജന്മം ശരിക്കും മനുഷ്യരായിരുന്നു തോന്നും, അല്ലേ? നോക്കൂ നിങ്ങൾ, എന്താ ഒരു അനുസരണ. ചില പട്ടികളുണ്ട് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുള്ളൂ. പണ്ട് ഡ്രൈവറായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയായിട്ടിരിക്കണം. അത്ര അനുസരണമുള്ള പട്ടികൾ. ചിലതൊക്കെ വിളിച്ച അപ്പം വിളിയിട്ടിട്ട് വരുന്നത്, ചിലത് തിരിഞ്ഞു നോക്കില്ല.
മക്കളായിരിക്കണം, ഏതെങ്കിലും രൂപത്തിലൊക്കെ വരണ്ടേ. ഈ രൂപത്തിലൊക്കെ ഓരോ രൂപത്തിലും വരും. എന്തായാലും മനസ്സൊരു പെണ്ണായി. ആ പെണ്ണിനെ കല്യാണം കഴിച്ചൊരു രാജാവ്. ആ രാജാവ് പൊട്ടനായിരുന്നില്ല. അദ്ദേഹം ബദ്രീനാഥിൽ പോയി ധ്യാനനിരതനായി തപസ്സിലൂടെ മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിച്ച് ശരീരം ഉപേക്ഷിച്ചു. ഭാര്യ ഭർത്താവിൻ്റെ ശരീരത്തിലിരുന്ന്, പണ്ട് ആണായിരുന്നു, ഇപ്പം പെണ്ണാണ്. ഭർത്താവ് മരിച്ചപ്പോൾ കരഞ്ഞപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു എന്നാണ്. എന്നിട്ട് ചോദിച്ചു, എന്തിനു വേണ്ടി കരയണോ, ആർക്ക് വേണ്ടി കരയണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, നോക്കൂ എൻ്റെ ഭർത്താവല്ലേ മരിച്ചത്. പിന്നെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മനസ്സ്, അതിൻ്റെ ഭർത്താവ് ആരാണ്, എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ നീ എന്നൊക്കെ, നീ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നത്, നീയും ഞാനും ഹംസോവഹം ഹംസോവഹം മാനസായനോ, നമ്മൾ രണ്ടുപേരും ഹംസങ്ങളാണ്. ഈ പെൺകുട്ടിക്കൊന്നും പറഞ്ഞ് മനസ്സിലായില്ല. പറഞ്ഞു, ഞാനും നീയും ഒരേ പരമാത്മാവിൻ്റെ ഭാഗങ്ങളാണ്, ആ പരമാത്മാവിലേക്കാണ് ഉയരേണ്ടത്, ധ്യാനം ചെയ്യൂ, പരിശീലിക്കൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ, സ്ത്രീയെ, പെൺകുട്ടിയല്ല, ഇപ്പം പ്രായമുള്ള സ്ത്രീയാണ്, ധ്യാനം പരിശീലിപ്പിച്ച് പരമാത്മാവിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പുരഞ്ജനൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് ബർഹിഷ്മത്ത് എന്ന രാജാവിനാണ്. കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിച്ചു, ഈ കഥ കൊണ്ടിപ്പോൾ ഞാനിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞു, നമ്മളൊക്കെ തന്നെയാണ് ഈ പുരഞ്ജനൻ. പുരം എടുക്കുന്ന, ജനിപ്പിക്കുന്ന മനസ്സിനെയാണ് പുരഞ്ജനൻ എന്ന് പറയുന്നത്. ഈ പുരഞ്ജനി എന്ന് പറയുന്നത് അപ്പോൾ ആരാണ്? പൂർവജന്മ സംസ്കാരങ്ങൾ. അപ്പം നമ്മൾ ഓരോരുത്തരും ഉണ്ടല്ലോ, ഒരു പൂർവജന്മ സംസ്കാരങ്ങളുമായി യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ നിങ്ങൾ. പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം എന്നർത്ഥെടുക്കേണ്ട നിങ്ങൾ. ഈ ജന്മത്തിൽ തന്നെ കുട്ടിക്കാലത്തെ സ്മരണകളല്ലേ നമ്മുടെ കൂടെയുള്ളത്? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ പല സ്വഭാവങ്ങളും കുട്ടിക്കാലത്തെ ആ ഒരു സംസ്കാരവുമായി, സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കുറേ പലരെ കുറിച്ച് പറയല്ലേ, ഇവൻ കുട്ടിക്കാലത്തും ഇങ്ങനെയാണ്, കുട്ടിക്കാലത്ത് ഇവൻ എത്ര നല്ല ആളായിരുന്നു. ഉണ്ടോ? അപ്പം ഈ സ്മരണകളായിട്ടുള്ളൊരു യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്മരണകൾ എന്തു ചെയ്യണോ? അതിങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ കൊതിക്കുമ്പോൾ, കൊതിച്ചപ്പുമാൻ കൊതിച്ച സ്ത്രീ കൊതിത മുംബൈ മന്നത്തി ദേവോ മനുഷ്യതിര്യക്വായതാ കർമ്മഗുണം ഭവ. മനസ്സിൻ്റെ സംസ്കാരമാണ് ഇത്. നിങ്ങൾ എഴുതി വയ്ക്കണേ. നാം ഒരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏത് ശരീരം, എങ്ങനെയുള്ള ശരീരം എന്ന് ഡിസൈൻ ചെയ്യുന്നത്, ഇപ്പം നിങ്ങളുടെ ഒരു വീട് ഡിസൈൻ ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റിൻ്റെ മൈൻഡാണ്, ആണോ? ഇതുപോലെ ഈ ശരീരം ഡിസൈൻ ചെയ്യുന്നത് പൂർവ സംസ്കാരങ്ങളാണ്. അപ്പം നമ്മളൊക്കെ എന്ത് തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ സംസ്കാരങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ഞാനിപ്പോൾ ഒരാളെ വേദനിപ്പിച്ചു എങ്കിൽ ആ വേദനിപ്പിച്ച ഒരു സംസ്കാരം എൻ്റെ ഉള്ളിൽ എനിക്ക് നശിപ്പിക്കാൻ സാധ്യമല്ലത്. അതൊരു ഭാഗത്ത് കിടക്കും. അത് ഈ സംസ്കാരം, അത്തരത്തിലുള്ളൊരു അനുഭവം അതിലൂടെ കടന്നു പോവാൻ എന്നെ അതിലേക്ക് ആകർഷിക്കും. അതേത് സാഹചര്യം, എവിടെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ റിയാക്ഷൻ അഥവാ കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം, നിങ്ങൾ വിചാരിക്കരുത് പൂർവജന്മത്തിൽ ചെയ്ത എന്തോ കർമ്മങ്ങളാണ്, ഫലങ്ങളാണെന്നൊക്കെ. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ തുടർച്ചയായ പ്രവൃത്തിയാണ് കർമ്മഫലം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മലവും മൂത്രവുമാവുക എന്നുള്ളത് അതിൻ്റെ തുടർച്ചയല്ലേ? ആണോ അല്ലയോ? ശരീരത്തിലത് വിസർജ്യ വസ്തുക്കളായി തീരുക എന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആണോ, അതൊരു ഓപ്പോസിറ്റ് ആക്ഷൻ ആണോ? അതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും നല്ലതും ചീത്തതൊക്കെ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. പക്ഷേ സാഹചര്യം വരുമ്പോൾ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മുടെ ശരീരത്തിൽ ഫിൽത്തായി പല ടോയ്ലറ്ററീസായി നമ്മുടെ ശരീരത്തിൽ കിടക്കണം. അത് നമ്മൾ കൊണ്ടു നടക്കും കുറേ നേരം. ഉണ്ടോ? നമുക്കൊരു സ്ഥലത്തെ അതിനെ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ, തോന്നിയെടുത്ത് നിക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെ പോലെ നമ്മൾ ശിശുക്കളല്ലല്ലോ. അതായത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ അതിനെ കളയും. ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരം അത് നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്ന സാഹചര്യം വരുമ്പോൾ അതിലേക്കത് ആകർഷിക്കും. ഇതിനെ നിങ്ങൾക്ക് കൈവിടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നല്ലതിലേക്കും ആകർഷണം വരും, ചീത്തതിലേക്കും.
അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ വിധി, പ്രാരബ്ധം, യോഗം എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ആകർഷിക്കാതിരിക്കാൻ വഴിയുണ്ടോ? വഴിയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകർഷിക്കുന്ന മനസ്സിനെ വികർഷിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. എന്തായാലും വരേണ്ടത് വരും. പക്ഷെ നാം അതിലേക്ക് മനസ്സിൻ്റെ അറ്റൻഷൻ കൊടുക്കാതിരുന്നാൽ അതിൻ്റെ സ്വാധീനം പറയൂ കുറയും. അപ്പോൾ നമ്മൾ വിധിയാണോ നോക്കേണ്ടത്, അതോ വിധിയിലൂടെ കടന്നു പോകുന്ന മനസ്സിനെയാണോ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ നോക്കുന്നതൊക്കെ വിധിയാണ്, പഴിക്കുന്നത് വിധിയാണ്, കുറ്റം പറയുന്നത് വിധിയാണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലേ? ഞാൻ എന്ത് പാപം ചെയ്തു, എന്തിന് ദൈവം എന്നോടിങ്ങനെ ശിക്ഷിച്ചു? ആണോ അല്ലയോ? ഞാൻ ഈ വിധിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിക്കൂടാ എന്നാരും ചിന്തിക്കുന്നില്ല. അതിനാണ് ഭാഗ്യം, സുഹൃത്തം. അതാണ് കുന്തിദേവിയൊക്കെ പറഞ്ഞില്ലേ, വിപദസന്തുന ശശ്വത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാല പുനർഭവ ദർശനം. ഇനിയും ഇനിയും എനിക്ക് ദുരിതങ്ങൾ വന്നോട്ടെ, ഞാൻ എൻ്റെ മനസ്സിനെ അതിലൊന്നും തളരാൻ അനുവദിക്കില്ല. ഇപ്രകാരമൊക്കെ ഒരു പോസിറ്റീവായി നമ്മുടെ ജീവിതത്തെ കാണാൻ സാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ യാഗത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ഹേ രാജൻ, അങ്ങ് ആധ്യാത്മികമായി ചിന്തിക്കൂ, ധ്യാനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി പരമാത്മാവിലേക്ക് മനസ്സിനെ അർപ്പിക്കൂ. വളരെ മനോഹരമായ 2 വരികളുണ്ട് 29-ാം അധ്യായത്തിൽ. 29-ാമത്തെ അധ്യായത്തിൽ 50ഉം 51ഉം ശ്ലോകങ്ങളിലൂടെ പറയുന്നു, ഹരി ദേഹഭൃതാമാത്മാം സ്വയം പ്രകൃതീശ്വരം തത്പാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹം സവൈ പ്രിയതമശ്ചാത്മാം യദോ നഭയമണ്വപി ഇതി വേദ സവൈ വിദ്വൻ യോ വിദ്വൻ സ ഗുരു ഹരി. ഈ ഒരു സത്യം മനസ്സിലാക്കുമെന്ന്. ഹരി ആരാണ്? ഹരി ദേഹഭൃതാം ആത്മാ, നിങ്ങളുടെ പരമാത്മാവ് തന്നെയാണ് ഹരി. അല്ലാത്തൊരു ഹരിയും പുറത്തില്ല. ആ ഹരിയിൽ തത്പാദമൂലം ശരണം, ധ്യാനത്തിലൂടെ ആ പാദം ശരണം പ്രാപിക്കൂ, ധ്യാനം ചെയ്യൂ ദിവസവും. യഥക്ഷേമോ നൃണാമിഹ, നിങ്ങൾക്ക് ക്ഷേമം കൈവരിക്കാം. ആരാണോ ദിവസവും അല്പനേരം ധ്യാനിക്കുന്നത്, അണു അഭി ഭയം എന്ന്, ഭയം ക്രമേണ കുറഞ്ഞു വരുമ്പോൾ പിന്നെ നിങ്ങളെ തളർത്താൻ ഏത് വിധിക്ക് സാധിക്കും? ഭയം കൂടുമ്പോഴാണ് വിധി നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഭയം കുറയും തോറും ഒരു വിധിയും നിങ്ങളെ സ്വാധീനിക്കുകയില്ല. പറയുന്നു, സ വേദ, ഇത് അറിഞ്ഞവൻ, വിദ്വാൻ, സ ഗുരു സ ഹരി. അവരാണ് വാസ്തവത്തിൽ യഥാർത്ഥ വിദ്വാൻമാർ, ശ്രേഷ്ഠന്മാർ. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം ധന്യമാക്കാൻ ഭാഗവതം ശരിക്കും മനസ്സിലാക്കൂ. ഇതൊന്നും കേട്ടു പോകരുത്. നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും, സ്വാമി എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊക്കെ എത്രയോ ഉയർന്ന തലത്തിലിരിക്കണോ, ഹൈ ഹീൽ ചെരുപ്പിട്ടിട്ട് നടക്കണോ, അത് എനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ശ്രീമദ് ഭാഗവതം വാസ്തവത്തിലുണ്ടല്ലോ, ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി, വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് ആര്? ശ്രീശുകൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഭാഗവതത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ പരമാത്മ ശക്തിയിലേക്ക്, ബോധത്തിലേക്ക് ഉയർന്ന ആളാണ് ആര്? വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഭാഗവതമൊന്നും പഠിക്കേണ്ട, വായിക്കേണ്ട ഒരാവശ്യമില്ല. ആത്മാരാമോഭി എന്നൊരു വാക്കുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ആത്മാരാമനാണെങ്കിൽ പോലും, തൻ്റെ പരമാത്മാവിൽ ഉയർന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം പിതാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ ഭാഗവതം ഒന്ന് പറഞ്ഞു തരുമോ? വാസ്തവത്തിൽ അദ്ദേഹത്തിന് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഭാഗവതത്തിലൂടെ എന്താണോ നേടേണ്ടത് അത് ഓൾറെഡി നേടിക്കഴിഞ്ഞ ആളാണ്. അപ്പോൾ പിന്നെ എന്തിനാ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഇതിനെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്താൻ ആവശ്യമാണ്. അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പഠിക്കാൻ. മനസ്സിലായില്ലേ? നാളെ ആരെങ്കിലും ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അവിടെയാണ് നിങ്ങളോട് റെസ്പെക്റ്റ് വരുന്നത്. പ്രായം കൂടുന്തോറും നിങ്ങളോട് റെസ്പെക്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ,
സ്നേഹം എന്ന വാക്കിന് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് റെസ്പെക്റ്റ് എന്നാണ്, ബഹുമാനം എന്നാണ്. അത് വരുന്നത് നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനം വരുമ്പോഴാണ്. സാധാരണ രീതിയിലുള്ള സ്നേഹം എന്ന് പറയുന്നത്, ലൗകിക സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥ സ്നേഹമാണ്, കാര്യം നടന്നു കിട്ടുന്ന സുഖമാണ്. ആ ഒരു സ്നേഹമാണ്. അതൊരു പ്രായം വരെ നിൽക്കുള്ളൂ. കാരണം കുറേ കഴിഞ്ഞാൽ ഇനി ശരീരത്തെ കൊണ്ട് വലുതൊന്നും ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ സ്നേഹത്തിൻ്റെ ശക്തിയും കുറഞ്ഞു വരും. മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് നമ്മൾ സ്നേഹത്തെ റെസ്പെക്റ്റാക്കി മാറ്റണം. റെസ്പെക്റ്റ് വരുന്നത് നിങ്ങൾ മറ്റൊരാളെ മാനസികമായി ഉയർത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അത് നിങ്ങൾ പഠിക്കണം. അത് താനെ വരില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. ഇപ്രകാരം പറഞ്ഞ് നമുക്കിവിടെ നിർത്താം.